വെൽക്കം ബാക്ക് ടു ചാനൽ ലേണിംഗ് ശ്രീ വിരാസത്ത് ഖാലിദ്. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ HSC നാച്ചുറൽ സയൻസിലെ ഒരു പോർഷനാണ് കവർ ചെയ്തത്. അപ്പൊ ആ ക്ലാസ് നിങ്ങൾക്ക് എല്ലാവരും നന്നായി മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഇന്ന് നമ്മൾ അതിന്റെ അടുത്ത പോർഷൻ നമ്മുടെ സിലബസിൽ എന്താണോ പറഞ്ഞിരിക്കുന്നത് ആ ക്ലാസ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ അതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമ്മൾ അടുത്തത് നമ്മൾ ഇന്നലെ പഠിച്ച ലെവൽസ് ഓഫ് ഓർഗനൈസേഷനെ കുറിച്ച് പഠിച്ചു അല്ലെ, ജന്തുലോകത്തിന്റെ വർഗീകരണത്തെ കുറിച്ചൊക്കെ മനസ്സിലാക്കി. ഇനി നമ്മളെ പഠിക്കാനുള്ളത് ഓരോ ഫൈലത്തിന്റെയും സാലന്റ് ഫീച്ചേഴ്സും അതുമായി ബന്ധപ്പെട്ട എക്സാമ്പിൾസും അതിന്റെ ഡീറ്റെയിൽസും ആണ് മനസ്സിലാക്കാൻ പോകുന്നത്. അപ്പൊ ആദ്യം നമ്മൾ സിലബസിൽ എടുത്തു പറഞ്ഞിട്ടുണ്ട് ഫൈലം നോൺ കോർഡിനേറ്റയില് ഫൈലം സീലൻഡ്രേറ്റം മുതലാണ് നമ്മൾ പഠിക്കാൻ തുടങ്ങിയിരിക്കുന്നത്. അപ്പൊ നമുക്ക് അതിന് തുടങ്ങാം. അപ്പൊ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഫൈലം സീലൻഡ്രേറ്റ്. അപ്പൊ ഫൈലം സീലൻഡ്രേറ്റിക്ക് മുമ്പ് ഒരു ഫൈലം ഉണ്ട്, ഏതാണ് ഫൈലം പോറിഫെറ അല്ലെ, അല്ലെങ്കിൽ സ്പോഞ്ചസിന്റെ ഒരു ഫൈലം ഉണ്ട്. അതിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയിട്ട് നമുക്ക് സീലൻഡ്രേറ്റ് പോകാം. അപ്പൊ നമ്മള് ഫൈലം എന്താണ് പോറിഫെറ അല്ലെ, ഫൈലം പോറിഫെറ അല്ലെങ്കിൽ സുഷിര ജീവികൾ എന്നാണ് അറിയപ്പെടുന്നത്. ഫൈലം പോറിഫെറ അറിയപ്പെടുന്നത് സുഷിര ജീവികൾ എന്നാണ്. ഫൈലം പോറിഫെറ അല്ലെങ്കിൽ സുഷിര ജീവികൾ. ഇനി ഇവയ്ക്ക് സുഷിര ജീവികൾ എന്ന പേര് കിട്ടാനുള്ള പ്രധാന കാര്യം എന്താണ്? ഇവരുടെ ശരീരത്തിൽ ധാരാളം സുഷിരങ്ങളുണ്ട്, അല്ലെങ്കിൽ ആ സുഷിരങ്ങളെ വിളിക്കുന്ന പേരാണ് ഓസ്റ്റിയ എന്ന് നമുക്കറിയാം അല്ലെ. ഫൈലം പോറിഫെറ എന്ന് പറയുന്നത് സുഷിര ജീവികളാണെന്ന് അറിയപ്പെടുന്നു. കാരണം ഇവരുടെ ശരീരത്തിൽ ധാരാളം എന്താണ് ഓസ്റ്റിയകൾ അല്ലെങ്കിൽ സുഷിരങ്ങൾ കാണപ്പെടുന്നു മനസ്സിലാക്കാം. ഇനി ഇവയെ ഫൈലം പോറിഫെറ എന്ന് വിളിക്കാൻ കാര്യം ഇവ പോർ ബിയറിംഗ് ആണ്, അതായത് സുഷിരങ്ങൾ ഉള്ളവയാണ്. അതുകൊണ്ടാണ് പോറിഫെറ എന്ന പേര് ഇവയ്ക്ക് ലഭിച്ചതെന്നൂടെ മനസ്സിലാക്കാം. അടുത്തത് ഫൈലത്തിലെ പ്രധാന അംഗങ്ങളെ സ്പോഞ്ചുകൾ എന്നാണ് അറിയപ്പെടുന്നത്. ഈ ഫൈലം പോറിഫെറയിലെ പ്രധാന അംഗങ്ങൾ എന്ത് പേര് അറിയപ്പെടുന്നു? സ്പോഞ്ചസ് എന്നാണ് അറിയപ്പെടുന്നത്. അപ്പൊ ഫൈലം പോറിഫെറയിലെ പ്രധാന അംഗങ്ങൾ ഏതൊക്കെയാണ്? സ്പോഞ്ചസ് ആണെന്ന് മനസ്സിലാക്കുക. ഇനി ഇവയെ ബഹുകോശ ജീവികളാണ്. ഇവയ്ക്ക് കോശതലത്തിലുള്ള ഘടനയാണുള്ളത് കഴിഞ്ഞ ക്ലാസ് നമ്മൾ മനസ്സിലാക്കി. അടുത്തത് ഇവ എങ്ങനെയാണ് കാണപ്പെടുന്നത്? ഇവ പാറകളോ മറ്റോ പറ്റിപ്പിടിച്ച് വളരുന്ന അല്ലെങ്കിൽ പറ്റിപ്പിടിച്ച് ജീവിക്കുന്നതായിട്ടാണ് കാണപ്പെടുന്നത്, അല്ലെങ്കിൽ ഇതിന്റെ സെഡൻഡറി അല്ലെങ്കിൽ ബന്ധമുള്ള ആയിട്ടാണ് കാണപ്പെടുന്നത്. അതായത് ഇവ എന്താണ് ഈ സ്പോഞ്ചുകൾ പറ്റിപ്പിടിച്ച് വസ്തുക്കളിൽ പറ്റിപ്പിടിച്ച് വളരുന്നതായിട്ടാണ് കാണപ്പെടുന്നത്. പല സവിശേഷതയുടെ അടിസ്ഥാനത്തിൽ നമുക്ക് ജന്തുലോകത്തിനെ പലതായിട്ട് വർഗീകരിക്കാമെന്ന് മനസ്സിലാക്കി നമ്മൾ അല്ലെ. കഴിഞ്ഞ ക്ലാസ്സിൽ അതിനെ കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കി. അപ്പൊ ഇനി നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് ഈ ഫൈലം നോൺ കോർഡിനേറ്റിൽ നമ്മൾ ആദ്യമായിട്ട് പഠിക്കാൻ പോകുന്നത് ഫൈലം പോറിഫെറയാണ്. നമ്മൾ സിലബസിൽ ഫൈലം സീലൻഡ്രേറ്റം മുതലാണ് കൊടുത്തിരിക്കുന്നത്. എങ്കിൽ പോലും നമ്മൾ ഫൈലം പോറിഫെറ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവുക. അപ്പൊ ഫൈലം പോറിഫെറ എന്ന് പറയുന്നത് സുഷിര ജീവികൾ എന്നറിയപ്പെടുന്നു. ഇവയെ പൊതുവെ സ്പോഞ്ചുകൾ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പൊ സ്പോഞ്ചസ് അല്ലെങ്കിൽ സ്പോഞ്ചുകൾ എന്നറിയപ്പെടുന്നതാണ് ഫൈലം പോറിഫെറയിലെ ജീവികൾ. അവയെ സുഷിര ജീവികൾ എന്നറിയപ്പെടുന്നു. കാരണം ഇവയുടെ പേര് ഫൈലം പോറിഫെറ, അവിടെ പോർ ബിയറിംഗ് സുഷിരങ്ങൾ ഉള്ളവ, അതുകൊണ്ടാണ് ഫൈലം പോറിഫെറ എന്ന പേര് കിട്ടിയിരിക്കുന്നത് ഓർത്തു വയ്ക്കുക. ഇനി ഇവ എന്താണ്? പ്രാചീനമായിട്ടുള്ള ബഹുകോശ ജീവികളാണ്. അതുപോലെ ഇത് കോശീയ തലത്തിൽ പെടുന്നവയാണ്. അപ്പൊ ഇവയുടെ തലം കോശതലത്തിൽ പെട്ടുള്ള ഘടനയാണ് ഇവകൾക്കുള്ളത്. ഇവ ബഹുകോശ ജീവികളാണെന്ന് മനസ്സിലാക്കുക. ഇനി ഇവ സാധാരണ കാണപ്പെടുന്നത് പാറയിലോ മറ്റു വസ്തുക്കളെ പറ്റിപ്പിടിച്ച് ജീവിക്കുന്നതായിട്ടോ വളരുന്നതായിട്ടാണ് കാണപ്പെടുന്നത്. ഇവ എന്താണ്? അതായത് ഒരു സ്ഥലത്ത് പറ്റിപ്പിടിച്ച് വളരുന്നതായിട്ടാണ് കാണപ്പെടുന്നത്, അല്ലെങ്കിൽ സെഡൻഡറി എന്നാണ് പറയുന്നത്. ഇനി ഈ സ്പോഞ്ചസുകളുടെ കാര്യം എടുക്കുകയാണെങ്കിൽ ഇവ പൊതുവെ സമുദ്രജീവികളാണ്. വളരെ ചുരുക്കം മാത്രം എവിടെ കാണപ്പെടുന്നു? ശുദ്ധജലത്തിൽ കാണപ്പെടുന്നു. പൊതുവെ സ്പോഞ്ചസ് അല്ലെങ്കിൽ പോറിഫെറയിൽ പെടുന്ന ജീവികളെല്ലാം എന്താണ്? സമുദ്രജലത്തിൽ കാണപ്പെടുന്നത്. അപ്പൊ സമുദ്രജല ജീവികളാണ് സമുദ്രജീവികളാണ് ഏത്? ഈ ഫൈലം പോറിഫെറ അല്ലെങ്കിൽ സ്പോഞ്ചുകൾ എന്ന് പറയപ്പെടുന്നു. ഇനി ഇവയ്ക്ക് അസമമിതിയാണെന്ന് മനസ്സിലാക്കാം. അപ്പൊ ഈ ടേംസ് ഒക്കെ നിങ്ങൾ ഓർമ്മിച്ച് വെക്കുക. അസമമിതി, അസിമെട്രി, ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. അപ്പം ബഹുകോശ ജീവികളാണ്. ഇവയ്ക്ക് എന്താണ്? ഇവ ഒരു സ്ഥലത്ത് പറ്റിപ്പിടിച്ച് വളരുന്നു. പിന്നെ അതുപോലെ തന്നെ ഇവ കോശതലത്തിലുള്ള ഘടനയാണ് ഇവയ്ക്കുള്ളത്. ഇപ്പൊ പറഞ്ഞ എന്താണ്? അസമമിതിയാണ് ഇവയ്ക്ക് ഉള്ളതെന്ന് പറഞ്ഞു. ഇനി ഇവയുടെ ശരീരത്തിൽ ഒരു വാട്ടർ കനാൽ സിസ്റ്റം ഉണ്ട്, അല്ലെങ്കിൽ നീർച്ചാൽ വ്യവസ്ഥയുണ്ട്. എന്താണ് വാട്ടർ കനാൽ സിസ്റ്റം അല്ലെങ്കിൽ നീർച്ചാൽ വ്യവസ്ഥയുണ്ട്? നീർച്ചാൽ വ്യവസ്ഥ അല്ലെങ്കിൽ വാട്ടർ കനാൽ സിസ്റ്റം കാണപ്പെടുന്നത് ഫൈലം പോറിഫെറയിലാണെന്ന് മനസ്സിലാക്കുക. ഇനി അത് മാത്രമല്ല, ഈ ഇവയുടെ ശരീര ഉപരിതലത്തിൽ ധാരാളം ഓസ്റ്റി എന്ന് പറയുന്ന സൂക്ഷ്മരന്ധ്രങ്ങൾ ഉണ്ട്. അപ്പൊ ഇവയിൽ സൂക്ഷ്മരന്ധ്രങ്ങളുണ്ട്. ആ സൂക്ഷ്മരന്ധ്രങ്ങൾ അറിയപ്പെടുന്ന പേരാണ് ഓസ്റ്റിയ. ഓസ്റ്റിയ. അപ്പം ഈ പറയുന്ന ഫൈലം പോറിഫെറയിൽ സൂക്ഷ്മരന്ധ്രങ്ങൾ കാണപ്പെടുന്ന ശരീരത്തിന് ഉപരിതലത്തിൽ അവയാണ് ഓസ്റ്റിയ എന്ന് അറിയപ്പെടുന്നത് മനസ്സിലാക്കുക. ഈ രന്ധ്രങ്ങളിൽ കൂടെയാണ്, ഈ സൂക്ഷ്മരന്ധ്രങ്ങളിൽ കൂടെയാണ് ജലം ഈ ജീവിയുടെ സ്പോഞ്ചോസീൽ എന്ന ഉള്ളറയിലേക്ക് എത്തപ്പെടുന്നത്. അപ്പൊ ഇവയ്ക്ക് ഉള്ളില് സ്പോഞ്ചോസീൽ എന്ന് പറയുന്ന ഒരു ഉള്ളറയുണ്ട്. സ്പോഞ്ചോസീൽ. അപ്പൊ സ്പോഞ്ചോസീൽ എന്നൊരു ഉള്ളറയുണ്ട് ഈ ജീവിക്കുള്ളില്. ആ അറയിലേക്ക്
ഈ സൂക്ഷ്മരന്ധ്രങ്ങളിൽ കൂടെ ജലവും ഭക്ഷണവും വിസർജ്ജ വസ്തുക്കളൊക്കെ എത്തപ്പെടുന്നു. ഇനി എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? അപ്പൊ നമ്മൾ അതിനെ കുറിച്ചാണ് എന്താണ് ആദ്യം മനസ്സിലാക്കിയത്? സൂക്ഷ്മരന്ധ്രങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞല്ലേ, സൂക്ഷ്മരന്ധ്രങ്ങളാണ് ഓസ്റ്റിയ എന്നറിയപ്പെടുന്നത്. ഇനി അതുപോലെ തന്നെ അവയ്ക്ക് ഒരു എന്താണ് വാട്ടർ കനാൽ സിസ്റ്റം അല്ലെങ്കിൽ നീർച്ചാൽ വ്യവസ്ഥ ഉണ്ടെന്ന് പറഞ്ഞു. അതായത് ജലം ഈ സൂക്ഷ്മരന്ധ്രങ്ങൾ ഓസ്റ്റിയയിൽ കൂടെയാണ് ജീവിക്കുള്ളിലെ സ്പോഞ്ചോസിൽ എന്ന അറയിലേക്ക് എത്തപ്പെടുന്നത്. ഇനി അകത്തേക്ക് പ്രവേശിച്ച ജലം ഓസ്കുലം എന്ന ഒരു ഭാഗത്തോടു കൂടി പുറത്തേക്ക് പോകുന്നു. അപ്പൊ ഓസ്കുലത്തിന് അറിയപ്പെടുന്നത് എന്താണ്? ബഹിർഗമന രന്ധ്രമാണ്. അപ്പൊ ഇത് സൂക്ഷ്മരന്ധ്രമെങ്കിൽ ബഹിർഗമന രന്ധ്രം ഏതാണ്? ബഹിർഗമന രന്ധ്രം അതാണ് എന്ത്? ഓസ്കുലം എന്ന് ഓർത്തുവെക്കുക. അപ്പൊ ഓസ്കുലം വഴിയാണ് ഈ ജലം പുറത്തേക്ക് വരുന്നത്. അപ്പൊ സ്പോഞ്ചോസിൽ എന്ന അറയിലെത്തിയ ജലം ബഹിർഗമന രന്ധ്രമായ ഓസ്കുലം വഴി പുറത്തേക്ക് പോകുന്നു. ബഹിർഗമന രന്ധ്രമായ ഓസ്കുലം വഴി പുറത്തേക്ക് കടക്കുന്നു. ഇനി മനസ്സിലാക്കേണ്ടത് ഈ നീർച്ചാൽ വ്യവസ്ഥ അല്ലെങ്കിൽ വാട്ടർ കനാൽ സിസ്റ്റം ആഹാര സമ്പാദനത്തിനും ശ്വസന വാതക വിനിമയത്തിനും അതുപോലെ തന്നെ വിസർജനത്തിനും സഹായിക്കുന്നു. ഇപ്പൊ സ്പോഞ്ചുകളെ ആഹാര സമ്പാദനത്തിനും ശ്വസന വാതക വിനിമയത്തിനും അതുപോലെ വിസർജനത്തിനും സഹായിക്കുന്നത് ഏത് വ്യവസ്ഥയാണെന്ന് വെച്ചാൽ ഈ നീർച്ചാൽ വ്യവസ്ഥയാണ് അല്ലെങ്കിൽ വാട്ടർ കനാൽ സിസ്റ്റം ആണെന്ന് മനസ്സിലാക്കാം. ഇനി ഈ പറയുന്ന സ്പോഞ്ചസുകളിൽ ജലം ഉള്ളിലേക്ക് കടക്കുന്നത് സൂക്ഷ്മരന്ധ്രം അഥവാ ഓസ്റ്റിയയിലൂടെയാണ്. അതിൽ നിന്ന് കടക്കുന്ന ജലം സ്പോഞ്ചോസിൽ നിന്ന് അറയിലേക്ക് എത്തുന്നു. ഇനി സ്പോഞ്ചോസിൽ നിന്ന് അറയിൽ നിന്ന് പുറത്തേക്ക് പ്രവേശിക്കുന്ന ബഹിർഗമന രന്ധ്രമായ ഓസ്കുലം വഴിയാണെന്ന് ഓർത്തുവെക്കാം. അപ്പം ആഹാര സമ്പാദനത്തിനും ശ്വസന വാതക വിനിമയത്തിനും അതോടൊപ്പം തന്നെ വിസർജനത്തിനും സ്പോഞ്ചസുകളെ സഹായിക്കുന്നത് ഈ നീർച്ചാൽ വ്യവസ്ഥയാണ് അല്ലെങ്കിൽ വാട്ടർ കനാൽ സിസ്റ്റം ആണെന്ന് ഓർത്തുവെക്കാം. അടുത്തത് ഈ സ്പോഞ്ചസിൽ കാണപ്പെടുന്നത് കോളം സെൽ അല്ലെങ്കിൽ കോനോസൈറ്റ്സ് എന്ന് പറഞ്ഞ സെല്ലുകൾ അല്ലെങ്കിൽ കോനോ കോശങ്ങൾ അല്ലെങ്കിൽ കോളർ സെല്ലുകൾ കാണപ്പെടുന്നു. ഇവ ഈ സ്പോഞ്ചസിലെ നീർച്ചാൽ വ്യവസ്ഥയിൽ ചുറ്റപ്പെട്ടാണ് കാണപ്പെടുന്നത്. അപ്പൊ ഈ പറഞ്ഞ സ്പോഞ്ചസിൽ കാണുന്ന മറ്റൊരു സെല്ലുകളാണ് കോനോസൈറ്റ്സ് അല്ലെങ്കിൽ കോനോ കോശങ്ങൾ അല്ലെങ്കിൽ കോളർ സെല്ലുകൾ എന്ന് പറയുന്നത്. കോളർ സെല്ലുകൾ അല്ലെങ്കിൽ കോനോസൈറ്റ്സ് അല്ലെങ്കിൽ പറയുന്നത് കോനോ കോശങ്ങൾ. കോനോസൈറ്റ്സ് അല്ലെങ്കിൽ കോനോ കോശങ്ങൾ അല്ലെങ്കിൽ കോളർ സെല്ലുകൾ എന്നറിയപ്പെടുന്നത് ഈ പറയുന്ന സ്പോഞ്ചസിലെ നീർച്ചാൽ വ്യവസ്ഥയുമായി അല്ലെങ്കിൽ സ്പോഞ്ചസിലെ നീർച്ചാൽ വ്യവസ്ഥയുമായിട്ട് ചുറ്റപ്പെട്ട് കാണപ്പെടുന്നു. മനസ്സിലായോ? അപ്പൊ സ്പോഞ്ചോസിലും നീർച്ചാൽ വ്യവസ്ഥയുമായി ചുറ്റപ്പെട്ടിരിക്കുന്നതാണ് ഏത്? കോനോ സെല്ലുകൾ അല്ലെങ്കിൽ കോളർ സെല്ലുകൾ എന്ന് ഓർത്തുവെക്കും. അപ്പൊ കോനോ കോശങ്ങൾ കോനോസൈറ്റ്സ് അല്ലെങ്കിൽ പറഞ്ഞ കോളർ സെല്ലുകള് അത് സ്പോഞ്ചോസിലും നീർച്ചാൽ വ്യവസ്ഥയുമായി ചുറ്റപ്പെട്ട് കാണപ്പെടുന്നു. ഇനി ഇവയുടെ പ്രധാന കോശാന്തര ദഹനമാണ് ഇവയ്ക്കുള്ളത്. അപ്പൊ കോശാന്തര ദഹനം ആരാണ് നിർമ്മിക്കപ്പെടുന്നത്? കോശാന്തര ദഹനം നടക്കുന്നത് ഈ കോനോ സെല്ലുകൾ അല്ലെങ്കിൽ കോളർ സൈറ്റ് സെല്ലുകളുടെ സഹായത്തോടെ കോനോസൈറ്റ്സ് അല്ലെങ്കിൽ കോനോ കോശങ്ങൾ അല്ലെങ്കിൽ കോളർ സെല്ലുകളിലെ കോശാന്തര ദഹനമാണ് നടക്കുന്നത്. കോശാന്തര ദഹനം സ്പോഞ്ചസിൽ എവിടെ നടക്കുന്നു? ഈ പറയുന്ന കോനോസൈറ്റ്സ് അല്ലെങ്കിൽ കോനോ കോശങ്ങൾ അല്ലെങ്കിൽ കോളർ സെല്ലുകളിൽ നടക്കുന്നു. അത് ഈ സ്പോഞ്ചോസിലും അതുപോലെ തന്നെ നീർച്ചാൽ വ്യവസ്ഥയുമായി ചുറ്റപ്പെട്ടാണ് കാണപ്പെടുന്നത്. ഇനി അടുത്തത് ശരീരത്തിന് ആകെ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് സ്പോഞ്ചുകളിൽ ഒരു ചട്ടക്കൂടുണ്ട്. അപ്പൊ ശരീരത്തിന്റെ ആകെ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് സ്പോഞ്ചുകളിൽ ഒരു ചട്ടക്കൂടുണ്ട്. അത് എങ്ങനെയാണെന്ന് വെച്ചാൽ ചെറുമുള്ളുകൾ അല്ലെങ്കിൽ സ്പിക്യൂൾസ് രൂപത്തിലുള്ള കാൽഷ്യം കാർബണേറ്റുകൾ കൊണ്ടോ പരസ്പരം യോജിച്ച സ്പോഞ്ചിൽ എന്ന മാംസതന്തുക്കൾ കൊണ്ടോ ഇവ നിർമ്മിച്ചിരിക്കുന്നു. അപ്പൊ സ്പോഞ്ചസിന് എന്തുണ്ട്? ഒരു ചട്ടക്കൂടുണ്ട് അല്ലെ? ശരീരത്തിന്റെ ആകെ നിലനിർത്തുന്നതിന് വേണ്ടി ഒരു ചട്ടക്കൂടുണ്ട്. അതെങ്ങനെയാണ്? സ്പിക്യൂൾസ് അല്ലെങ്കിൽ ചെറുമുള്ളുകൾ രൂപത്തിലുള്ള കാൽസ്യം കാർബണേറ്റുകൾ ഉണ്ട്. അപ്പൊ ചെറുമുള്ളുകളുടെ രൂപത്തിലുള്ള കാൽസ്യം കാർബണേറ്റ് അതിനാണ് സ്പിക്യൂൾസ് എന്ന് പറയുന്നത്. അതുകൊണ്ടോ അല്ലെങ്കിൽ പരസ്പരം യോജിച്ച സ്പോഞ്ചിൻ എന്ന് പറയുന്ന മാംസ്യതണ്ടുകൾ കൊണ്ടോ ആണ് ഇവ നിർമ്മിച്ചിരിക്കുന്നത്. അപ്പം ഈ പറയുന്ന സ്പോഞ്ചസിന്റെ ചട്ടക്കൂട് ശരീര ആകൃതി നിലനിർത്തുന്ന ചട്ടക്കൂട് എന്ന് പറയുന്നത് ഒന്നുകിൽ സ്പോഞ്ചിൻ എന്ന് പറഞ്ഞ മാംസതണ്ടുകൾ കൊണ്ടോ അല്ലെങ്കിൽ കാൽഷ്യം കാർബണേറ്റ് കൊണ്ട് എങ്ങനെയുള്ള മുള്ളുകളുടെ രൂപത്തിലുള്ള അല്ലെങ്കിൽ സ്പിക്യൂൾസ് രൂപത്തിലുള്ള കാൽഷ്യം കാർബണേറ്റ് കൊണ്ടോ നിർമ്മിച്ചിരിക്കുന്നത് മനസ്സിലാക്കാം. ഇനി ഇവയില് ആൺ പെൺ ജീവികൾ അത് വെവ്വേറെ കാണില്ല. ഒരു ജീവിയിൽ തന്നെ ആണും പെണ്ണും കാണും. അതായത് അവ ഹെർമോഫ്രോഡൈറ്റുകളാണ്, ഉഭയലിംഗ ജീവികളാണെന്ന് കൂടെ ഓർത്തുവെക്കാം. അപ്പൊ സ്പോഞ്ചസ് അല്ലെങ്കിൽ ഫൈലം പോറിഫറ ഉഭയലിംഗ ജീവികളാണ്, ഹെർമോഫ്രോഡൈറ്റ്സ് ആണെന്ന് ഓർത്തുവെക്കുക. ഉഭയലിംഗ ജീവികൾക്ക് ഉദാഹരണമാണ് ഫൈലം പോറിഫറ അല്ലെങ്കിൽ സ്പോഞ്ചസ് എന്ന് മനസ്സിലാക്കാം. അത് ഒരു ജീവിയിൽ തന്നെ ആൺ പെണ്ണും കാണപ്പെടുന്നു മനസ്സിലാക്കാം. അതായത് ഒരു ജീവിയിൽ തന്നെ അണ്ടവും പുംബീജവും ഉത്പാദിപ്പിക്കപ്പെടുന്നു. ഇനി ഇവ ലൈംഗിക പ്രത്യുൽപാദനം വഴിയും അതിന്റെ
കുഞ്ഞുങ്ങളെ ഉത്പാദിപ്പിക്കുന്നുണ്ട്. അതുപോലെ അലൈംഗിക പ്രത്യുത്പാദനം വഴി അതിന്റെ കുഞ്ഞുങ്ങളെ ഉത്പാദിപ്പിക്കുന്നു. അപ്പൊ ലൈംഗിക പ്രത്യുത്പാദനം വഴി എന്ന് പറഞ്ഞാൽ നമ്മൾ ബീജങ്ങൾ സംയോജനം ചെയ്ത് അല്ലെ, ബീജ സംയോജനം വഴിയാണ് ബീജകോശങ്ങൾ ഉണ്ടായിരിക്കും അവിടെ. അപ്പൊ ബീജകോശങ്ങൾ ശരീരത്തിനുള്ളിൽ വെച്ച് എന്താണ് ആന്തര ബീജ സംയോഗം നടക്കുന്നു. അപ്പൊ അവിടെ എന്താണ് ഭ്രൂണവികാസം പരോക്ഷമായാണ് നടക്കുന്നത്. അപ്പൊ ആന്തര ബീജ സംയോജനമാണ് എവിടെ നടക്കുന്നത്? ഫൈലം പോറിഫറൈൻ സ്പോഞ്ചസിൽ നടക്കുന്നത്, ലൈംഗിക പ്രത്യുത്പാദനത്തിൽ. കാരണം അണ്ഡവും ബീജവും ഒരു ജീവിയിൽ തന്നെ കാണപ്പെടുന്നു. അപ്പൊ ആന്തരിക ബീജ സംയോജനമാണ് അവിടെ നടക്കുന്നത്. ഇനി അവിടെ ഭ്രൂണവികാസം എന്ന് പറയുന്നത് പരോക്ഷമായിട്ടാണ് നടക്കുന്നത്, ഇൻഡയറക്റ്റ് ആയിട്ടാണ് നടക്കുന്നത്. ഇനി മുട്ട വിരിഞ്ഞ് പുറത്തേക്ക് വരുന്ന കുഞ്ഞുങ്ങള് മാതാപിതാക്കളിൽ നിന്ന് വിഭിന്ന ബാഹ്യ ആകാരമുള്ളവയായിരിക്കും. ഇവയെ ലാർവകൾ എന്നാണ് വിളിക്കുന്നത്. മാതാപിതാക്കളിൽ നിന്ന് ആകാരത്തിൽ വളരെ വ്യത്യാസമുള്ളവയായിരിക്കും മുട്ട വിരിഞ്ഞ് പുറത്തു വരുന്ന കുഞ്ഞുങ്ങള്. അപ്പൊ ഇവയെ ലാർവകൾ എന്നാണ് വിളിക്കുന്നതെന്ന് കൂടെ ഓർത്തു വയ്ക്കുക. ഇനി അലൈംഗിക പ്രത്യുത്പാദനവും നടക്കുന്നുണ്ട് സ്പോഞ്ചസുകളിൽ. അത് ഖണ്ഡനം അല്ലെങ്കിൽ ഫ്രാഗ്മെന്റേഷൻ എന്ന് അറിയപ്പെടുന്നു. ഫ്രാഗ്മെന്റേഷൻ അല്ലെങ്കിൽ ഖണ്ഡനം. അപ്പൊ സ്പോഞ്ചസില് ലൈംഗിക പ്രത്യുത്പാദനമുണ്ട്, അലൈംഗിക പ്രത്യുത്പാദനമുണ്ട്. ലൈംഗിക പ്രത്യുത്പാദനം നടക്കുന്നത് ഖണ്ഡനം അല്ലെങ്കിൽ ഫ്രാഗ്മെന്റേഷൻ വഴിയാണ്. ഇനി മനസ്സിലാക്കാനുള്ളത് ഈ ഉഭയലിംഗ ജീവികളാണെങ്കിൽ ഹെർമോഫ്രോഡൈറ്റുകളാണ്. അതായത് ആണും പെണ്ണും ഒരു ജീവിയിൽ തന്നെ കാണപ്പെടുന്നു. അതായത് മുട്ടയും അണ്ഡവും അതുപോലെ കുംബീജവും ഒരു ജീവിയിൽ തന്നെ കാണപ്പെടുന്നു. അപ്പൊ അവിടെ ബീജ സംയോഗം ആന്തര ബീജ സംയോഗം എന്നാണ് അറിയപ്പെടുന്നത്. പിന്നെ ഭ്രൂണ വികാസം പരോക്ഷമായിരിക്കും, ഇൻഡയറക്റ്റ് ആയിരിക്കും എന്ന് മനസ്സിലാക്കാം. ഇനി ഇവയുടെ പ്രധാനപ്പെട്ട ഉദാഹരണങ്ങൾ പറയുകയാണെങ്കിൽ സൈക്കൺ, അതുപോലെ സ്പോഞ്ചില്ല, ശുദ്ധജല ഫ്രഷ് വാട്ടർ സ്പോഞ്ച് ആണ് സ്പോഞ്ചില്ല, ശുദ്ധജല സ്പോഞ്ച്. പിന്നെ അതുപോലെ യൂസ്പോഞ്ച മീൻസ് ബാത്ത് സ്പോഞ്ച്. അതുപോലെ അതൊക്കെയാണ് നമ്മൾ എക്സാമ്പിൾസ് ആയിട്ട് മനസ്സിലാക്കി വെക്കേണ്ടത്. അപ്പം ഇത് നമുക്ക് സിലബസിൽ എടുത്തു പറഞ്ഞിട്ടില്ല, എന്നാലും നമ്മളൊന്ന് മനസ്സിലാക്കി പോവുകയാണ്. അടുത്തതാണ് നമുക്ക് സിലബസിൽ എടുത്തു പറഞ്ഞിരിക്കുന്നത് ഫൈലം സീലൻഡ്രേറ്റ്. ഇനി മനസ്സിലാക്കാൻ പോകുന്നത് ഫൈലം സീലൻഡ്രേറ്റിനെ കുറിച്ചാണ്. അപ്പൊ ഫൈലം സീലൻഡ്രേറ്റിനെ കുറിച്ച് നമുക്ക് എന്തൊക്കെ അറിയാം? ഫൈലം സീലൻഡ്രേറ്റ് അല്ലെങ്കിൽ നമുക്ക് എന്താണ് നിഡേറി എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. ഫൈലം സീലൻഡ്രേറ്റ് അല്ലെങ്കിൽ നിഡേറി എന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഫൈലം സീലൻഡ്രേറ്റ് തന്നെയാണ് ആണ് എടുത്തു പറയാൻ പോകുന്നത്. ഇവ ജലത്തിലാണ്, പ്രധാനമായും സമുദ്രത്തിൽ വസിക്കുന്നവയാണ്. അപ്പൊ ജലത്തിലാണ് ഇവ കാണപ്പെടുന്നത്. നിഡേറി അല്ലെങ്കിൽ സീലൻഡ്രേറ്റ് ജലത്തിലാണ് കാണപ്പെടുന്നത്. പ്രധാനമായും എവിടെയാണ് കാണപ്പെടുന്നത്? സമുദ്രജലത്തിലാണ്. ചില ശുദ്ധജലത്തിൽ ജീവിക്കുന്നവയെ നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ പ്രധാനം എവിടെ കാണപ്പെടുന്നു? സമുദ്രജലത്തിലാണ് കാണപ്പെടുന്നത്, അല്ലെങ്കിൽ സമുദ്രത്തിലാണ് കാണപ്പെടുന്നത് മനസ്സിലാക്കാം. ഇനി ജലത്തിൽ അപ്പൊ ഇവ ജലത്തിലാണ് മുങ്ങിക്കിടക്കുന്നത്. അപ്പൊ ജലത്തിൽ മുങ്ങിക്കിടക്കുമ്പോൾ ഇത് ഏതെങ്കിലും വസ്തുവിൽ പറ്റിപ്പിടിച്ച് വളരുന്നവയായിരിക്കാം, അല്ലെങ്കിൽ ജലത്തിൽ സ്വതന്ത്രമായി ജീവിക്കുന്നവരായിരിക്കാം. അപ്പം രണ്ട് തരത്തിലുള്ളതുണ്ട്. ഒന്ന് ജലത്തിൽ പറ്റിപ്പിടിച്ച് ചില വസ്തുക്കളിൽ പറ്റിപ്പിടിച്ച് വളരുന്നവയാണ്, അതിനെ സെസൈൽ എന്ന് പറയുന്നു. അപ്പൊ ജലത്തിൽ ചില ഫ്രീ ആയിട്ട് സ്വിം ചെയ്ത് ജലത്തിൽ സ്വതന്ത്രമായി ജീവിക്കുന്നവയാണ് ഫ്രീ സ്വിമ്മിങ്. അങ്ങനെ രണ്ട് തരത്തിലുള്ളവയാണ് ഏതോ ഉള്ളത് സീലൻഡ്രേറ്റേറ്റ്സ് കാണപ്പെടുന്നത്. അപ്പൊ എന്താണ് സീലൻഡ്രേറ്റ് അല്ലെങ്കിൽ നിഡേറി എന്ന് പറയുന്നത്? ജലത്തിലാണ് കാണപ്പെടുന്നത്. പിന്നെ അത് പ്രധാനമായും സമുദ്രത്തിലാണ് കാണപ്പെടുന്നത്. രണ്ടാമത് മനസ്സിലാക്കി എന്താണ്? രണ്ട് തരത്തിലുള്ളവയാണ് അല്ലെ. ജലത്തിലാണ് മുഴുവൻ മുങ്ങിക്കിടക്കുന്നത്, എന്നാൽ ചിലവ് എന്ത് ചെയ്യും? ചില ജലത്തിനുള്ളിലെ വസ്തുക്കളിൽ പറ്റിപ്പിടിച്ച് കാണപ്പെടുന്നു. അവ സെസൈൽ എന്ന് പറയുന്നത്. മറ്റു ചിലവ ജലത്തിൽ സ്വതന്ത്രമായി നീന്തി നടക്കുന്നു, അവയാണ് ഫ്രീ സ്വിമ്മിങ്. അങ്ങനെ രണ്ട് തരത്തിലാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇനി ഇവയുടെ ശരീരത്തെ കുറിച്ച് മനസ്സിലാക്കുകയാണെങ്കിൽ ശരീരത്തിന് എത്രത്തിലുള്ള സമമിതിയാണെന്ന് നമുക്ക് നോക്കാം. ഇതിന് വ്യാസാർത്ഥ സമമിതി അല്ലെങ്കിൽ അരീയ സമമിതി, റേഡിയൽ സിമെട്രിയാണ് ഫൈലം സീലൻഡ്രേറ്റ് കാണിക്കുന്നത്. വ്യാസാർത്ഥ സമമിതി അല്ലെങ്കിൽ അരീയ സമമിതി, റേഡിയൽ സിമെട്രിയാണ് സീലൻഡ്രേറ്റ് കാണിക്കുന്നത്. അപ്പൊ സീലൻഡ്രേറ്റ് വ്യാസാർത്ഥ സമമിതി കാണിക്കുന്നു. ഇനി ശരീരത്തിലും ഗ്രാഹികളിലും അതായത് ടെന്റക്കിൾസിലും ധാരാളം നിഡോബ്ലാസ്റ്റുകൾ അല്ലെങ്കിൽ നിഡോസൈറ്റുകൾ എന്ന് വിളിക്കുന്ന വിശേഷ ഘടനയുള്ള ദംശന കോശങ്ങൾ ഉണ്ട്. അപ്പൊ ഇവയുടെ ശരീരത്തിൽ എന്തുണ്ട്? നിഡോബ്ലാസ്റ്റുകൾ അല്ലെങ്കിൽ നിഡോസൈറ്റുകൾ ഉണ്ട് ശരീരത്തിലും, അതുപോലെ ഗ്രാഹികളിലും അവയുടെ ടെന്റക്കിൾസിലും. അപ്പൊ ശരീരത്തിലുണ്ട്, അതുപോലെ അവരുടെ ടെന്റക്കിൾസിലും ഗ്രാഹികളിലും എന്ത് കാണപ്പെടുന്നുണ്ട്? നിഡോബ്ലാസ്റ്റ് എന്നാണ് എന്ത് കാണപ്പെടുന്നത്? നിഡോബ്ലാസ്റ്റ് അല്ലെങ്കിൽ എന്താണ്? നിഡോസൈറ്റ്സ് എന്ന് അറിയപ്പെടുന്നു. അപ്പൊ എന്താണ്? ശരീരത്തിലും ഗ്രാഹികളിലും ധാരാളം നിഡോബ്ലാസ്റ്റുകൾ, നിഡോസൈറ്റുകൾ കാണപ്പെടുന്നു. ഇവയ്ക്ക് വിശേഷ ഘടനയാണുള്ളത്. വിശേഷ ഘടനയുള്ള ദംശന കോശങ്ങൾ ഇവയിൽ കാണപ്പെടുന്നു. അപ്പൊ ഈ നിഡോബ്ലാസ്റ്റ് അല്ലെങ്കിൽ നിഡോസൈറ്റുകളിൽ എന്ത് കാണപ്പെടുന്നു? വിശേഷ ഘടനയുള്ള എന്താണ്? ദംശന കോശങ്ങൾ, സ്റ്റിങ്കിങ് സെൽസ്, അതായത് വിഷമുള്ള അല്ലെങ്കിൽ എന്താണ് അത് ഉപയോഗിച്ച് അത്
പല ജീവികളിൽ നിന്ന് രക്ഷപ്പെടുന്നതിനും അതാണ് ഉപയോഗിക്കുന്നത്. അതായത് സ്റ്റിങ്ങിങ് സെൽസ് ദംശിക്കാൻ എന്താണ് ആക്രമിക്കാൻ ഉപയോഗിക്കുന്ന കോശങ്ങൾ ദംശന കോശം ഉള്ളതിനാൽ ഇവയെ നിഡേറി എന്ന പേര് ഇവയ്ക്ക് ലഭിച്ചത്. അപ്പൊ നിഡേറി എന്ന പേര് ഇവയ്ക്ക് ലഭിക്കാനുള്ള പ്രധാന കാരണം എന്താണ്? ഇവയുടെ ശരീരത്തിലും ഗ്രാഹികളിലും നിഡോബ്ലാസ്റ്റ് അല്ലെങ്കിൽ നിഡോസൈറ്റ് എന്ന് പറയുന്ന ഭാഗങ്ങളുണ്ട്. ഇവയ്ക്ക് വിശേഷ ഘടനയുള്ള എന്താണ് ദംശന കോശങ്ങൾ സ്റ്റിങ്ങിങ് സെൽസ് കാണപ്പെടുന്നു. അതുകൊണ്ടാണ് ഇവയ്ക്ക് നിഡേറി എന്ന പേര് ലഭിച്ചതെന്ന് ഓർത്തു വെക്കാം. അത് ശരീരത്തിലും ഗ്രാഹികളിലും നിരവധി നിഡോബ്ലാസ്റ്റുകൾ അല്ലെങ്കിൽ നിഡോസൈറ്റുകൾ എന്ന് വിളിക്കുന്ന വിശേഷ ഘടനയുള്ള ദംശന കോശങ്ങൾ അല്ലെങ്കിൽ സ്റ്റിങ്ങിങ് സെൽസ് കാണപ്പെടുന്നു. ദംശന കോശങ്ങൾ അല്ലെങ്കിൽ സ്റ്റിങ്ങിങ് സെൽസ് കാണപ്പെടുന്നു. അപ്പൊ ഇതുകൊണ്ടാണ് ഇവയെ എന്ത് വിളിച്ചത്? നിഡേറിയ എന്ന് സീലൻഡ്രൈറ്റ്സിനെ വിളിക്കാൻ പ്രധാനപ്പെട്ട കാര്യം. അടുത്തത് നിഡോബ്ലാസ്റ്റുകൾ വസ്തുക്കളിൽ പറ്റിപ്പിടിക്കുന്നതിനും ശത്രുക്കളെ തുരത്തുന്നതിനും ഇരപിടിക്കുന്നതിനും സഹായിക്കുന്നു. അപ്പൊ ഇവിടെ ശരീരത്തിലും ഗ്രാഹികളും കാണപ്പെടുന്ന നിഡോബ്ലാസ്റ്റുകളുടെ വസ്തുക്കളിൽ പറ്റിപ്പിടിച്ചിരിക്കുന്നതിന് സഹായിക്കുന്നു, ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് സഹായിക്കുന്നു, അതുപോലെ ഇരപിടിക്കുന്നതിനും സഹായിക്കുന്നത് ശരീരത്തിലും ഗ്രാഹികളിലും ഈ നിഡോബ്ലാസ്റ്റുകൾ നിഡോസൈറ്റ് ആണെന്ന് ഓർത്തു വയ്ക്കുക. അപ്പൊ നമ്മൾ എന്തൊക്കെ മനസ്സിലാക്കി? സീലൻഡ്രൈറ്റ്സിലാണെങ്കിൽ രണ്ട് തരത്തിലുള്ളതാണ്. വസ്തുക്കളിൽ അല്ലെങ്കിൽ ഈ പറഞ്ഞ സമുദ്രത്തിന് ഉള്ളില് വസ്തുക്കളിൽ പറ്റിപ്പിടിച്ച് വളരുന്നവയുണ്ട്, ഫ്രീ ആയിട്ട് അല്ലെങ്കിൽ നീന്തി നടക്കുന്നവയുണ്ട് അല്ലെ. പിന്നെ നമ്മൾ പഠിച്ചെന്താണ്? ഇതിൽ വ്യാസാർത്ഥ സമമിതി അല്ലെങ്കിൽ അരീയ സമമിതി റേഡിയസ് സിമെട്രി ആണെന്ന് പഠിച്ചു. രണ്ട്, ഇവയുടെ ശരീരത്തിലും ഗ്രാഹികളിലും എന്തുണ്ട്? നിഡോബ്ലാസ്റ്റ് അല്ലെങ്കിൽ നിഡോസിസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു. ഇനി ഇവയിൽ എന്തുണ്ട്? ദംശന കോശങ്ങൾ കാണപ്പെടുന്നു, സ്റ്റിങ്ങിങ് സെൽസ് കാണപ്പെടുന്നു അല്ലെ. ഈ ദംശന കോശങ്ങൾ ഉള്ളത് കൊണ്ടാണ് ഇവയ്ക്ക് എന്ത് പേര് കൊടുത്തത്? നിഡേറി എന്ന പേര് ഇവയ്ക്ക് ലഭിച്ചത്. ഇനി മനസ്സിലാക്കേണ്ടത് ഈ നിഡോബ്ലാസ്റ്റുകളുടെ ഉപയോഗം എന്താണ്, അല്ലെങ്കിൽ അതിന്റെ ധർമ്മം എന്താണ്? അതായത് വസ്തുക്കളിൽ പറ്റിപ്പിടിച്ചിരിക്കുന്നതിനും അതുപോലെ ശത്രുക്കളിൽ രക്ഷപ്പെടുന്നതിനും ഇരപിടിക്കുന്നതിനും ഒക്കെ സഹായിക്കുന്നത് ഈ നിഡോബ്ലാസ്റ്റുകളാണെന്ന് ഓർത്തുവയ്ക്കുക. അടുത്തത് നിഡേറിയൻസ് ഏത് ഘടനയിലുള്ള ജീവികളാണ്? നമ്മള് സ്പോഞ്ചസിന്റെ കാര്യത്തിൽ പറഞ്ഞപ്പോൾ അതെന്താണ്? കോശതലത്തിലുള്ള ജീവികളാണെന്ന് പറഞ്ഞു. ഇനി നിഡേറിയൻസ് അല്ലെങ്കിൽ സീലൻഡ്രൈറ്റ്സ് വരുമ്പോഴത്തേക്കും അവര് എന്താണ്? കലാതലത്തിലുള്ള അല്ലെങ്കിൽ എന്താണ് ടിഷ്യൂ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ അവർക്കുള്ളത് കലാതലത്തിലുള്ള ഘടനയാണെന്ന് ഓർമ്മിക്കുക. അപ്പൊ സീലൻഡ്രൈറ്റ് അല്ലെങ്കിൽ നിഡേറിയൻസിന് എന്താണ്? കലാതലത്തിലുള്ള ഘടനയാണ് ഉള്ളത്. ഇനി ശരീരഭിത്തിയിൽ രണ്ട് നിര കോശങ്ങളാണ് ഇവയ്ക്കുള്ളത്. അതായത് ഇതിന്റെ ശരീരഭാളികൾ എന്ന് പറഞ്ഞാൽ 2 ലെയർഡ് ആണ് അല്ലെങ്കിൽ ജേം ലേയേഴ്സ് 2 ലേയേഴ്സ് ആണ് കാണപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ദിബ്ലാസ്റ്റിക കോശങ്ങൾ ഡിപ്ലോബ്ലാസ്റ്റിക് ആണ് അല്ലെ. ദിബ്ലാസ്റ്റിക അല്ലെങ്കിൽ ഡിപ്ലോബ്ലാസ്റ്റിക് ആണെന്ന് പഠിച്ചു. ഡിപ്ലാസ്റ്റിക് അല്ലെങ്കിൽ എന്താണ്? ഡിപ്ലോബ്ലാസ്റ്റിക് ആണെന്ന് മനസ്സിലാക്കുക. അപ്പൊ ദിബ്ലാസ്റ്റിക് അല്ലെങ്കിൽ എന്താണ്? ഡിപ്ലോബ്ലാസ്റ്റിക് ആണെന്ന് മനസ്സിലാക്കുക. അപ്പൊ നമ്മൾ പറഞ്ഞ സീലൻഡ്രൈറ്റ്സിന് കലാതലത്തിലുള്ള ഘടനയാണുള്ളത്. പിന്നെ അത് ഡിപ്ലോബ്ലാസ്റ്റിക് ആണ് അല്ലെങ്കിൽ ദിബ്ലാസ്റ്റിക് ആണെന്ന് മനസ്സിലാക്കുക. അതായത് ശരീരഭിത്തിയിൽ രണ്ട് നിര കോശങ്ങളാണുള്ളത് മനസ്സിലാക്കുക. ഇനി ആ രണ്ട് നിര കോശങ്ങൾ ഏതൊക്കെയാണ്? ഒരു എക്ടോഡേമും ഒരു എൻഡോഡേമും. ബാഹ്യ എക്ടോഡേം, ലോലമായ ഒരു ബാഹ്യ എക്ടോഡേമും ഇനി അകത്തുള്ള പാളിയെ എൻഡോഡേം എന്നാണ് പറയപ്പെടുന്നത് മനസ്സിലാക്കുക. ഇനി ശരീരത്തിനുള്ളിൽ ഒരു അറ കാണപ്പെടുന്നു. ആ അറയെ ആമാശ സംവഹന അറ എന്നറിയപ്പെടുന്നു. അതായത് ഗാസ്ട്രോവാസ്കുലർ ക്യാവിറ്റി എന്ന് അറിയപ്പെടുന്നു. അപ്പൊ ആമാശ സംവഹന അറ എവിടെ കാണപ്പെടുന്നു? ഈ പറയുന്ന സീലൻഡ്രൈറ്റ്സിലെ എക്ടോഡേമിനും എൻഡോഡേമിനും ഇടയിലായിട്ടാണ് കാണപ്പെടുന്നത്. ഒരു ഗാസ്ട്രോവാസ്കുലർ ക്യാവിറ്റി ആമാശയ സംവഹന അറ കാണപ്പെടുന്നു. ആമാശ സംവഹന അറ കാണപ്പെടുന്നു. ഇനി ഈ അറയ്ക്ക് ഒരു ദ്വാരം മാത്രമേ ഉള്ളൂ. ഇവ സ്ഥിതി ചെയ്തത് ഹൈപ്പോസ്റ്റോമയിലാണ്. അപ്പൊ ഈ അറയ്ക്ക് ഒരു ദ്വാരം മാത്രമേ ഉള്ളൂ. ഇത് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഹൈപ്പോസ്റ്റോമിലാണ്. ഇത് വായായിട്ട് പ്രവർത്തിക്കുന്നത് മനസ്സിലാക്കുക. അപ്പൊ ഇതിന് ഈ ആമാശയ സംവഹന അറയ്ക്ക് ഒരു ദ്വാരം മാത്രമേ ഉള്ളൂ. ഇത് എവിടെ സ്ഥിതി ചെയ്യുന്നു? ഹൈപ്പോസ്റ്റോമയിലാണ്. ഈ ഹൈപ്പോസ്റ്റോമ എവിടെയാണ് കാണപ്പെടുന്നത്? വായിലാണ് കാണപ്പെടുന്നത്. അപ്പൊ ഹൈപ്പോസ്റ്റോമ വായായിട്ടാണ് പ്രവർത്തിക്കുന്നത് മനസ്സിലാക്കുക. അപ്പൊ ഈ ആമാശയ സംവഹന അറയ്ക്ക് ഒരു ദ്വാരം മാത്രമേ ഉള്ളൂ. ഹൈപ്പോസ്റ്റോമയാണ് ഇത് കാണപ്പെടുന്നത്. ഹൈപ്പോസ്റ്റോമ വായായിട്ടാണ് പ്രവർത്തിക്കുന്നതും കൂടെ ഓർത്തു വയ്ക്കുക. ഇനി ഇവയിൽ കോശബാഹ്യ ദഹനവും അതുപോലെ കോശാന്തര ദഹനവും നടക്കുന്നു. അപ്പൊ ദഹനം നടക്കുന്നത് എങ്ങനെയാണ്? ആമാശയ സംവഹന അറയെ കുറിച്ച് പറഞ്ഞു. ഇനി ആമാശയ സംവഹന അറയിൽ ഒരു ദ്വാരം മാത്രമേ ഉള്ളൂ. അതാണ് ഹൈപ്പോസ്റ്റോം എന്ന് പറയുന്നത്. അത് വായായിട്ട് പ്രവർത്തിക്കുന്നു എന്ന് പറഞ്ഞു. ഇനി ഇവയുടെ ദഹനം രണ്ട് തരത്തിൽ നടക്കുന്നുണ്ട്. എന്താണ്? ബാഹ്യകോശ അല്ലെങ്കിൽ കോശബാഹ്യ ദഹനവും കോശാന്തര ദഹനം. അതായത് കോശബാഹ്യ ദഹനം എന്ന് പറഞ്ഞാൽ എക്സ്ട്രാ സെല്ലുലാർ ഡൈജഷൻ. ഇനി കോശാന്തര ദഹനം എന്ന് പറഞ്ഞാൽ ഇന്റർ സെല്ലുലാർ ഡൈജഷൻ. അങ്ങനെ രണ്ട് രീതിയിലെ ദഹനം എവിടെ നടക്കുന്നുണ്ട്? ഈ സീലൻഡ്രൈറ്റ്സിൽ അല്ലെങ്കിൽ നിഡേറിയയിൽ നടക്കുന്നു. ഇവിടെ ശരീരത്തിൽ കോശബാഹ്യ
ദഹനം അല്ലെ, കോശബാഹ്യ ദഹനം മുതൽ കോശാന്തര ദഹനം നടക്കുന്നു. എക്സ്ട്രാ സെല്ലുലാർ ഇൻട്രാ സെല്ലുലാർ ഡൈജഷൻ നടക്കുന്നു മനസ്സിലാക്കാം. ഇനി ഈ കോറൽസ് മുതലായവരെ പവിഴപ്പുറ്റുകളൊക്കെ സീലൻഡ്രേറ്റ്സിൽ വരുന്നതാണ്. അവയില് പോലുള്ള ഈ നിഡേറിയൻസിന് സീലൻഡ്രേറ്റ്സില് കാൽഷ്യം കാർബണേറ്റിനാൽ നിർമ്മിച്ച അസ്ഥി കൂടം കൂടി കാണപ്പെടുന്നു. അപ്പൊ കാൽഷ്യം കാർബണേറ്റിൽ നിർമ്മിച്ച അസ്ഥികൂടം ഇവയെ ഒരു എക്സെപ്ഷൻ ആണ് ഇവിടെ കാണപ്പെടുന്നു. സീലൻഡ്രേറ്റ്സില് ഇപ്പൊ പറഞ്ഞ ഏതാണ്, സീലൻഡ്രേറ്റ്സിന് ഒരു എക്സെപ്ഷൻ ആണ് കോറൽസ് അല്ലെ. പവിഴപ്പുറ്റുകളിൽ എന്തുണ്ട്, കാൽഷ്യം കാർബണേറ്റ് കൊണ്ട് നിർമ്മിച്ച അസ്ഥികൂടം കാണപ്പെടുന്നു എന്ന് മനസ്സിലാക്കാം. അപ്പൊ അതാണ് നമ്മൾ പ്രധാനമായിട്ട് അതിന്റെ സ്ട്രക്ചർ, അതിന്റെ ഒരു ഇതിനെ കുറിച്ചൊക്കെ മനസ്സിലാക്കേണ്ടത്. അപ്പം നമ്മൾ എന്താണ് അവയുടെ ശരീരത്തിലെ ഗ്രാഹികൾ എന്തൊക്കെ കാണപ്പെടുന്നു, നിഡോപ്ലാസ്റ്റ് നിഡോസൈറ്റ്സ് കാണപ്പെടുന്നു പറഞ്ഞു അല്ലെ. അതിൽ എന്ത് കാണപ്പെടുന്നു, ദംശന കോശങ്ങൾ കാണപ്പെടുന്നു. അപ്പൊ അത് എന്തിനു സഹായിക്കുന്നു എന്ന് മനസ്സിലാക്കി. ഇനി അതുപോലെ തന്നെ അവയുടെ തലം ഏത് തലമാണ്, കലാതലത്തിലെ ഘടനയാണുള്ളത്, ഡിബ്ലാസ്റ്റിക ജീവികളാണ്. അതുപോലെ അതിനൊരു ബാഹ്യ പാളിയുണ്ട് അല്ലെ, ബാഹ്യ പാളിയുണ്ട് എക്ടോറം, ആന്തര പാളിയുണ്ട് എൻഡോറം. ഇവയ്ക്കിടയിൽ ഒരു അറയുണ്ട്, അതാണ് ഗ്രാമാശയ സംവഹന അറയെന്ന് അല്ലെങ്കിൽ ഗ്യാസ്ട്രോ വാസ്കുലർ ക്യാവിറ്റി എന്ന് പറയുന്നത്. ഇതിന് ഒരു ദ്വാരമേ ഉള്ളൂ, ആ ദ്വാരം ആണ് ഹൈപ്പോസ്റ്റോം. അത് വായായിട്ട് പ്രവർത്തിക്കുന്നത് മനസ്സിലാക്കുക. ഇത് മാത്രമല്ല ഇവിടെ ദഹനം എന്ന് പറയുന്നത് രണ്ട് തരത്തിൽ നടക്കുന്നുണ്ട്. ഒരു ബാഹ്യ ആന്തര ദഹനവും കോശബാഹ്യ ദഹനവും കോശാന്തര ദഹനവും നടക്കുന്നുണ്ട്. അല്ലെങ്കിൽ എക്സ്ട്രാ സെല്ലുലാർ ഡൈജഷൻ ഇൻട്രാ സെല്ലുലാർ ഡൈജഷൻ നടക്കുന്നു. കോശബാഹ്യ ദഹനവും കോശാന്തര ദഹനവും. പിന്നെ നമ്മൾ എക്സെപ്ഷൻ പറഞ്ഞത് പവിഴപ്പുറ്റ് പോലെയുള്ള സിലിണ്ടേഴ്സിൽ ഒരു അസ്ഥികൂടമുണ്ട് അല്ലെ, കാൽഷ്യം കാർബണേറ്റ് കൊണ്ട് നിർമ്മിച്ച അസ്ഥികൂടം കാണപ്പെടുന്നു എന്ന് മനസ്സിലാക്കുക. അപ്പൊ ഇത്രയാണ് നമ്മൾ അവിടെ മനസ്സിലാക്കിയത്. ഇനി നമ്മള് പ്രധാനമായും ഇവരുടെ ശരീരഘടന, രണ്ടു തരം ശരീരഘടനയുള്ള ആൾക്കാർ എവിടെയുണ്ട്, സീലൻഡ്രേറ്റ്സ് അല്ലെങ്കിൽ നിഡേറിയൻസിന് കാണപ്പെടുന്നു. അപ്പൊ നിഡേറിയൻസിന് പ്രധാനമായിട്ട് രണ്ട് ശരീരഘടനകൾ കാണപ്പെടുന്നു. ആ ഘടനകളാണ് കുഴലുകളും കുടകളും, അതായത് പോളിപ്പും മെഡൂസിൻ. അപ്പൊ നിഡേറിയൻസ് അല്ലെങ്കിൽ സീലൻഡ്രേറ്റിൽ രണ്ടു തരം ശരീരഘടന കാണപ്പെടുന്നു. ഏതൊക്കെയാണ്? കുഴലുകളും കുടകളും. കുഴൽ എന്ന് പറഞ്ഞാൽ എന്താണ്, പോളിപ്പ്. കുടകൾ എന്ന് പറഞ്ഞാൽ മെഡൂസയാണെന്നും ഓർത്തു വയ്ക്കാം. അതിനെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാം. അപ്പൊ സീലൻഡ്രേറ്റില് അല്ലെങ്കിൽ നിഡേറിയൻസില് രണ്ടു തരം ശരീരഘടനകളാണ് കാണപ്പെടുന്നത്. അതാണ് പോളിപ്പ് അല്ലെങ്കിൽ കുഴലുകളും, പിന്നെ അതുപോലെ മെഡൂസ അല്ലെങ്കിൽ കുടകൾ എന്ന് പറയുന്നു. ഇനി ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്, പോളിപ്പ് അല്ലെങ്കിൽ കുഴലുകൾ എന്ന് പറയുന്ന മറ്റു വസ്തുക്കളിൽ പറ്റിപ്പിടിച്ച് വളരുന്നവയാണ്. അതിന് കുഴലാകൃതിയാണെന്ന് ഇവിടെ മനസ്സിലാക്കും. കുഴൽ രൂപത്തിലുള്ളതും മറ്റു വസ്തുക്കളിൽ പറ്റിപ്പിടിച്ച് വളരുന്നതുമാണ് എന്ത്, പോളിപ്പ് അഥവാ കുഴലുകൾ എന്ന് പറയുന്ന ശരീരഘടനയുള്ള സീലൻഡ്രേറ്റ്സുകൾ എന്ന് പറയുന്നത്. ഇനി അതുപോലെ തന്നെ എന്താണ് അതിന് ഉദാഹരണമാണ് ഹൈഡ്ര. എന്താണ് ഹൈഡ്ര? ഏതിനൊക്കെ ഉദാഹരണമാണ്? സീലൻഡ്രേറ്റ്സിലെ പോളിപ്പ് രൂപത്തിലുള്ളവയ്ക്ക് ഉദാഹരണമാണ് ഹൈഡ്ര. അതുപോലെ ആഡംസിയ, ഹൈഡ്രയും ആഡംസിയയും ഏതിന് ഉദാഹരണമാണ്? ആഡംസിയ അല്ലെങ്കിൽ സീ അനിമോൺ, കടൽ പൂവ്, ഹൈഡ്ര, ആഡംസിയ, സീ അനിമോൺ, ഇതൊക്കെ ഏതാണ്? ഉദാഹരണമാണ് മനസ്സിലാക്കുക. അപ്പൊ ഹൈഡ്രയും ആഡംസിയെ അല്ലെങ്കിൽ സീ അനിമോൺ എന്നറിയപ്പെടുന്നു, അല്ലെങ്കിൽ കടൽപ്പൂ എന്നൊക്കെ അറിയപ്പെടുന്നത് ഏത് ഉദാഹരണമാണ്? പോളിപ്പിന് ഉദാഹരണം. പോളിപ്പ് ശരീരഘടനയുള്ളവയാണ്, വസ്തുക്കളിൽ പറ്റിപ്പിടിച്ചിരിക്കുകയും കുഴൽ രൂപത്തിലും കാണപ്പെടുന്നവയാണ്. ഇനി അതുപോലെ തന്നെ ചിലത് എന്താണ്, മറ്റു ചിലവ കുടരൂപത്തിലുള്ളതും സ്വതന്ത്രമായി നീന്തി നടക്കുന്നതുമാണ്. അപ്പൊ കുടരൂപത്തിലും സ്വതന്ത്രമായി നീന്തുന്നവയാണ് ഏത്, മെഡൂസ എന്ന് പറയുന്നത്. കുടരൂപത്തിലും സ്വതന്ത്രമായി നീന്തുന്നതാണ് മെഡൂസ. അതിന് ഉദാഹരണമാണ് ഒബീലിയ, അതുപോലെ ഒറീലിയ മുതലായവയൊക്കെ മെഡൂസയ്ക്ക് ഉദാഹരണമാണെന്ന് മനസ്സിലാക്കി വയ്ക്കാം. ഇനി അപ്പൊ ഒറീലിയ അല്ലെങ്കിൽ ജെല്ലി ഫിഷ് ഏതിന് ഉദാഹരണമാണ്? ഈ പറഞ്ഞ മെഡൂസ ആ ഒരു ഘടനയുള്ളവയ്ക്ക് ഉദാഹരണം. മെഡൂസ എന്താണെന്ന് മനസ്സിലായല്ലോ. ഇനി നമ്മൾ പറഞ്ഞു നിഡേറിയൻസ് അല്ലെങ്കിൽ സീലൻഡ്രേറ്റ്സ് അവരുടെ ജീവിതഘട്ടത്തിൽ ഈ രണ്ട് രൂപങ്ങളും ഇങ്ങനെ ആവർത്തിക്കുന്നുണ്ട്. അപ്പൊ സീലൻഡ്രേറ്റ്സില് അല്ലെങ്കിൽ ഈ പറയുന്ന നിഡേറിയൻസില് ഈ രണ്ട് ഘട്ടങ്ങളും ആവർത്തിക്കുന്നുണ്ട്. ഈ ഒരു പ്രതിഭാസം അതുപോലെ തലമുറകളുടെ ആവർത്തനം എന്ന് അറിയപ്പെടുന്നു. അപ്പൊ നിഡേറിയൻസിലെ സീലൻഡ്രേറ്റ്സില് ഈ രണ്ട് ഘടനകളുണ്ടല്ലോ അതിങ്ങനെ ആവർത്തിക്കുന്നുണ്ട്. അപ്പൊ രണ്ട് രൂപങ്ങളും അവരുടെ ജീവിതഘട്ടത്തിൽ ആവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇവയെ ആ ഒരു പ്രതിഭാസം കാണിക്കുന്നുണ്ട്. അവയുടെ തലമുറകളുടെ അനുവർത്തനം അല്ലെങ്കിൽ ഓൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ എന്ന് അറിയപ്പെടുന്നു. തലമുറകളുടെ അനുവർത്തനം തലമുറകളുടെ അനുവർത്തനം ഓൾട്ടർനേഷൻ ജനറേഷൻ കാണിക്കുന്നത് ആരാണ്? സീലൻഡ്രേറ്റ്സ് അല്ലെങ്കിൽ നിഡേറിയൻസ് ആണ് അല്ലെ. അവരുടെ അവരുടെ ജീവിതഘട്ടത്തിൽ എന്താണ് ഈ രണ്ട് രൂപങ്ങളും ആവർത്തിക്കുന്നുണ്ട്. ശരീരഘട്ടത്തിൽ അവയുടെ നിഡേറിയൻസിന് അല്ലെങ്കിൽ സീലൻഡ്രേറ്റ്സിന്റെ ജീവിതഘട്ടത്തിൽ ഈ രണ്ട് ശരീരഘടനകളും ആവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ ശരീരരൂപങ്ങൾ ആവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ പ്രതിഭാസത്തെ ഇവർ കാണിക്കുന്ന ഈ പ്രതിഭാസത്തെ എന്താണ് ഓൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ, തലമുറകളുടെ അനുവർത്തനം എന്ന് അറിയപ്പെടുന്നു. ഇനി അല്ലെങ്കിൽ മറ്റൊരു പേര് പറഞ്ഞാൽ മെറ്റാജെനസിസ്. ഓൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ അല്ലെങ്കിൽ മെറ്റാജെനസിസ് എന്താണ്? ഈ പറയുന്ന സീലൻഡ്രേറ്റ്സ് അല്ലെങ്കിൽ ഈ നിഡേറിയൻസ് ഈ പറയുന്ന അവരുടെ ജീവിതഘട്ടത്തിൽ ഈ രണ്ട്
ഘടനകളും ഈ രൂപങ്ങളും ആവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അതിന് ആ പ്രതിഭാസ തലമുറകളുടെ അനുവർത്തനം, ഓൾട്ടർനേഷൻ, ജനറേഷൻ അല്ലെങ്കിൽ മെറ്റാജനസിസ് എന്ന് പറയപ്പെടുന്നത്. ഇനി എന്താണ് അത് അത്ര മനസ്സിലാക്കിയത്. ഇനി അടുത്ത നമ്മൾ മനസ്സിലാക്കുന്നത് പോളിപ്പിൽ നിന്നും അലേഖ്യ അതിപ്പോ എങ്ങനെയാണെന്ന് മനസ്സിലാക്കുന്നത്. ഓൾട്ടർനേഷൻ, ജനറേഷൻ അല്ലെങ്കിൽ മെറ്റാജനസിസ് അല്ലെങ്കിൽ തലമുറകളുടെ അനുവർത്തനം എന്ന് പറഞ്ഞാൽ എങ്ങനെ നടക്കുന്നു? പോളിപ്പിൽ നിന്നും അലേഖിക പ്രത്യുൽപാദനം വഴി മെഡൂസ ഉണ്ടാകുന്നു. അപ്പൊ പോളിപ്പ് കുഴൽരൂപത്തിലുള്ളതാണ്, വസ്തുക്കളെ കട്ടിപ്പിടിച്ചിരിക്കുന്നതാണ്. അപ്പൊ ഇവയിൽ അലേഖിക പ്രത്യുൽപാദനം വഴി അപ്പൊ അസെക്ഷൽ റീപ്രൊഡക്ഷൻ അല്ലെങ്കിൽ അലേഖിക പോളിപ്പിൽ നിന്നുണ്ടാകുന്ന മെഡൂസ ഉണ്ടാകുന്നു. ഇത് മെഡൂസയിൽ നിന്നും ലൈംഗിക പ്രത്യുൽപാദനത്തിലൂടെ എന്തുണ്ടാകുന്നു? പോളിപ്പും ഉണ്ടാകുന്നു. അപ്പൊ മെഡൂസയിലൂടെ ലൈംഗിക പ്രത്യുൽപാദനത്തിലൂടെ പോളിപ്പും ഉണ്ടാകുന്നു. തലമുറകളുടെ അനുവർത്തനം അല്ലെങ്കിൽ എന്താണ് ഓൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ അല്ലെങ്കിൽ മെറ്റാജനസിസ് എന്ന് മനസ്സിലാക്കേണ്ടത്. അപ്പൊ പോളിപ്പുകൾ അല്ലെങ്കിൽ ഈ പറയുന്ന സീലൻഡ്രേറ്റ്സില്, നിഡേറിയൻസില് ഈ പറയുന്ന അവരുടെ ജീവിത ചക്രത്തിൽ അല്ലെങ്കിൽ ജീവിത ഘട്ടത്തില് ഈ രണ്ട് രൂപങ്ങളും ആവർത്തിക്കപ്പെടുന്നുണ്ട്. അതാണ് ഓൾട്ടർനേഷൻ, ജനറേഷൻ, മെറ്റാജനസിസ് അല്ലെങ്കിൽ തലമുറകളുടെ ആവർത്തനം എന്നറിയപ്പെടുന്നത്. അതെന്താണ്? അപ്പൊ അതിന് ഉദാഹരണമാണ് ഒബീലി എന്നുകൂടെ ഓർത്ത് വെക്കാം. അപ്പൊ ഈ ഓൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ അത് എക്സിബിറ്റ് ചെയ്യുന്ന ആരാണ്? നിഡേറിയൻസ് അല്ലെങ്കിൽ സിലിണ്ടറേറ്റ്സ് ആണെന്ന് ഓർത്ത് വെക്കുക. അപ്പൊ അവിടെ നമ്മൾ പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ട ഉദാഹരണങ്ങള് ഫൈസാലിയ, പോർച്ചുഗീസ് മാൻ ഓഫ് വാർ അല്ലെ, ഫൈസാലിയ പോർച്ചുഗീസ് പടയാളി, പിന്നെ ആഡംസിയ സീ അനിമോൾ അല്ലെങ്കിൽ കടൽപ്പൂവ്, പിന്നെ കടൽ പേന സീപ്പൻ, സീപ്പൻ എന്താണ്? പെനൻറ്റുല, പെനൻറ്റുല, പെനൻറ്റുല എന്താണ്? എന്താണ്? സീപ്പൻ, ആഡംസിയ അല്ലെങ്കിൽ കടൽപ്പൂവ്, പിന്നെ ഫൈസാലിയ, പിന്നെ അതാണ് ഗോർഗോണിയ, ഗോർഗോണിയ കടൽ പങ്ക, ഇതാണ് ഗോർഗോണിയ. ഇതൊക്കെ ഏത് എക്സാമ്പിൾസ് ആണ്? സീലൻഡ്രേറ്റിക് എക്സാമ്പിൾ ആണ് ഗോർഗോണിയ, കടൽ പങ്ക. പിന്നെ മാൻഡ്രിൻഡ അല്ലെങ്കിൽ ബ്രെയിൻ കോറൽ, എന്താണ്? മാൻഡ്രിൻഡ അല്ലെങ്കിൽ ബ്രെയിൻ കോറൽ, ഇതൊക്കെ ഏതിനാണ്? സീലൻഡ്രേറ്റൊക്കെ എക്സാമ്പിൾസ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അപ്പൊ സീലൻഡ്രേറ്റഡ് ജനറൽ ഫീച്ചേഴ്സ് അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ് നമുക്ക് മനസ്സിലായല്ലോ. അപ്പൊ ഇത്രയാണ് നമ്മൾ സീലൻഡ്രേറ്റയില് നമ്മുടെ പോർഷൻസിൽ കവർ ചെയ്യാനുള്ളത്. ഇനി നമുക്ക് എക്സാമ്പിൾസും അതിന്റെ ഡീറ്റെയിൽസുമാണ് അടുത്ത ക്ലാസ്സിൽ നമ്മൾ കണ്ടിന്യൂ ചെയ്യാൻ പോകുന്നത്. ഈ ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ തീർച്ചയായും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. നിങ്ങളുടെ എക്സാംസിന് ആവശ്യമായിട്ടുള്ള പോർഷൻസ് കവർ ചെയ്യാൻ ഞാൻ മാക്സിമം ശ്രമിക്കുന്നതാണ്. ക്ലാസ് യൂസ്ഫുൾ ആക്കാം. അടുത്ത ക്ലാസ്സിനെ വെയിറ്റ് ചെയ്യാം. ബൈ ഫ്രം മീ. താങ്ക് യു.